ഇത് കഴിഞ്ഞ വീക്കെൻഡ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കമ്മനഹള്ളിയിലേക്കാണ്. കമ്മനഹള്ളിയിൽ നമ്മൾ മുമ്പ് കമ്മനഹള്ളിയിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ നഹദി മന്തിയിലേക്ക് പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് മടിവാളയിലുള്ള നഹദി മന്തിയിലേക്കായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് കമ്മനഹള്ളിയിലേക്കാണ്. കമ്മനഹള്ളിയിൽ പുതിയ നഹദിയുടെ ഒരു ബ്രാഞ്ച് തുറന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ആണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കമ്മനഹള്ളിയിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ആ ഭാഗത്തേക്കൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. കമ്മനഹള്ളി ഏരിയയിലേക്ക് നമ്മളിപ്പം കുറച്ചായിട്ട് അധികം ഒന്നും പോകാറില്ല. നമ്മൾ മുമ്പ് നാഗോര എന്നുള്ള സ്ഥലത്ത് താമസിച്ച സമയത്ത് നമ്മൾ അവിടെ ഒരുപാട് പ്രാവശ്യം പോകാറുണ്ടായിരുന്നു. അവിടെ കുറച്ചും കൂടി അടുത്താണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കമ്മനഹള്ളിയുള്ള നഹദി മന്തിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. അപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബ്രാഞ്ചാണിത്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഐറ്റംസ് എല്ലാം നമ്മൾ മറ്റ് ബ്രാഞ്ചുകളിലുള്ള സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ മെനു കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ അവരുടെ സർവീസ് പറയുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് സർവീസാണ്. ഞങ്ങൾക്ക് മടിവാള പോയ സമയത്ത് ഞങ്ങൾക്ക് വളരെ നല്ല ഒരു സർവീസായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഭക്ഷണം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഉള്ളിലേക്ക് കയറി നോക്കാം. ഞങ്ങൾ പോയ ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഇത് 2-3 നിലയായിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിലും കൂടെ ഇവിടെ പാർട്ടി ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പാർട്ടിയൊക്കെ പിന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് നടത്താവുന്നതാണ്. അപ്പം നല്ല തിരക്കാണ്. നമ്മൾ അവിടുന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ടൈം ആവുന്ന സമയത്ത് അവർ നമുക്ക് ഏത് ഫ്ലോറിലാണെന്ന് അവർ പറഞ്ഞു തരും. സീറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കാവ കുടിച്ചതാണ്. കാവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നമ്മൾ 2nd ഫ്ലോറിലായിരുന്നു നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലമുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ലിഫ്റ്റിൽ മുകളിലേക്ക് ലിഫ്റ്റ് സർവീസ് ഉണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് 2nd ഫ്ലോറിൽ പോയി. അവിടെയാണ് നമുക്കിരിക്കാനുള്ള സ്പേസ് ഉള്ളത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണ്. ഇനി പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടർക്കിഷ് ആയിട്ടുള്ളൊരു ഫ്ലേവറിൻ്റെ ഒന്നും അതേപോലെ മറ്റൊരു ഫ്ലേവറുമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് 2 പിന്നെ പെരി പെരിയും പിന്നെ നോർമൽ മന്തിയും നമ്മൾ ആ പുഴുങ്ങിയ ടൈപ്പുള്ള നമ്മൾ സാധാ നോർമലായിട്ടുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ചിക്കനും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്ന സമയം കൊണ്ട് എൻ്റെ ഫ്രണ്ടും ഫാമിലിയാണിത്. എൻ്റെ ഡിയർ ഫ്രണ്ടാണ്. അപ്പം അവളും 2 മക്കളും ഹസ്ബൻഡും ആ സമയത്ത് നമ്മളെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അവരും കൂടെ വന്നു. അതുകൊണ്ട് വളരെ രസമായിരുന്നു കേട്ടോ. മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്ത് അവിടെ നിന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത് അവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മക്കൾ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം കളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ സ്ഥിരം ഉള്ളതുപോലെ തന്നെ സംസാരിച്ചാലും ഞങ്ങൾക്ക് തീരാറില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു, ഹസ്ബൻഡും സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ മക്കൾ ഫുള്ള് കളിയായിരുന്നു. എല്ലാം കളിച്ചതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി.